നമ്മുടെ 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ്, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അത് കേട്ടിട്ട് കാറ്റഗറി 1 എഴുതുന്നവർക്കും 2 എഴുതുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ. കാറ്റഗറി 1കാർക്ക് സംബന്ധിച്ച് സയൻസിന്റെ അകത്തുനിന്ന് ഈ ഒരു ചാപ്റ്ററിൽ എന്താ ഇതിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏത്, അല്ലെങ്കിൽ ക്രമം തെറ്റിച്ചിട്ട് അതിൽ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഏത്, അങ്ങനെ ചെറിയ രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ് ഇതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ട്. കാറ്റഗറി 2 എഴുതുന്നവർക്കാണെങ്കിൽ, സോഷ്യൽ സയൻസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് കുറെ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറെ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, വർഷങ്ങളുണ്ട്, ഡേറ്റുകളുണ്ട്, ആ ഓരോന്നിന്റെയും എന്താ പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് രണ്ടുപേർക്കും, അതായത് കാറ്റഗറി 1 എഴുതുന്നവർക്കും 2 എഴുതുന്നവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ലിങ്ക് ഇട്ടപ്പം സോഷ്യൽ വിത്ത് സയൻസ് എന്നൊക്കെ ഇട്ടത് കേട്ടോ. സോ നമുക്ക് എന്താ ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ EVS 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ 3ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യം തന്നെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ അകത്ത് ഒരാളുടെ ഫോട്ടോ ഉണ്ട്, കുറെ ആൾക്കാർ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഒരു കപ്പൽ ഇറങ്ങുന്ന ഒരു തുറമുഖത്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഫോട്ടോ കണ്ടപ്പം. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് നോക്കാം. 1915 ജനുവരി 9 പ്രഭാതം, ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് പതിവിലേറെ ആളുകൾ ഒരു വിദേശ കപ്പലിന്റെ വരവും പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത്. ആ കപ്പലിൽ ഒരു വിശിഷ്ട വ്യക്തി എത്തുന്നു. അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനും എത്തിയതാണ് അവർ. കപ്പൽ തീരത്തണഞ്ഞു. നീണ്ടുമെലിഞ്ഞ ഒരു മനുഷ്യൻ നീളൻ കുപ്പായവും തലപ്പാവും അണിഞ്ഞിട്ടുണ്ട്. തികച്ചും സാധാരണ വേഷത്തിൽ അദ്ദേഹം കപ്പലിറങ്ങി വേഗം നടന്നു വരുന്നു. ആരാണ് ആ മഹാൻ? അതെ, ഗാന്ധിജി തന്നെ. അതായത് നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു വർഷവും ഡേറ്റും, അതായത് 1915 ജനുവരി 9 നമ്മുടെ മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ, അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ജനുവരി 9 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മൾ ഏത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് ജനുവരി 9 നമ്മൾ ആചരിക്കുന്നത്, ഭാരതീയ പ്രവാസി ദിനം. അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി പോകുമ്പോൾ, നമ്മൾ എല്ലാവരുടെയും ബുക്കും പേനയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ എഴുതി പോകുമ്പോൾ ജസ്റ്റ് ജനുവരി 9, അത് ഗാന്ധിജി തിരിച്ചെത്തിയ വർഷം കൂടെ ഓർത്തിരിക്കുക, 1915 ജനുവരി 9. അപ്പൊ ജനുവരി 9 നേരെ എന്താണ് ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കണ്ടു, നമ്മൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി, ഗാന്ധിജിനെ വരവേൽക്കാൻ കുറെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ ഒരു തുടക്കത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത പേജിൽ നമുക്ക് നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ നോക്കൂന്ന് പറഞ്ഞ് കുറച്ചൊരു കൊളാഷ് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ PDF നിങ്ങളത് ബ്ലാക്ക് കളറിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. അവിടെ 2 കൊളാഷേ ഉള്ളൂ. നമ്മുടെ പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം 5 കൊളാഷിലും കുറെ വാർത്തകളുണ്ട്. അപ്പൊ ഞാനത് ജസ്റ്റ് വായിക്കാം. ഒന്ന്, കർഷകരുടെ ജീവിതം ദുരിതപൂർണം. പിന്നെ കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. നികുതികൾ വർദ്ധിപ്പിച്ചു, പുതിയ നികുതികൾ ഏർപ്പെടുത്തി. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. അപ്പൊ നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇന്ത്യയുടെ അവസ്ഥ, അതായത് ബ്രിട്ടീഷിന്റെ അടിമത്തത്തിലായിരുന്നു. അപ്പോഴത്തെ ഇന്ത്യയുടെ ആ ഒരു അവസ്ഥയാണ് ഈ ഒരു കൊളാഷിൽ കാണുന്നത്. നോക്കി, ബ്രിട്ടീഷുകാർ കൊന്നും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ചു. അവരുടെ ഏത് നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ അണിചേരാൻ
ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യാഗ്രഹം പോലുള്ള പുതിയ സമര രീതികൾ സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ച സമര രീതികൾ ഏത് തരത്തിലുള്ളായിരുന്നു? സത്യാഗ്രഹം പോലുള്ള സമര രീതിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി സ്വീകരിച്ചത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച സമര രീതികൾ എങ്ങനെയായിരുന്നു? സത്യാഗ്രഹം പോലുള്ള സമര രീതിയായിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ ലളിതമായ ജീവിതം, ഹൃദ്യമായ സംസാരം, സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം തേടാൻ ഇത് ധാരാളമായിരുന്നു. ജനങ്ങൾ വൻതോതിൽ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. ഈ ജനപിന്തുണ ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തി. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. അതായത് ഈ ഗാന്ധിജിയുടെ ലളിതമായിട്ടുള്ള ജീവിതം, ഹൃദ്യമായിട്ടുള്ള സംസാരം, ഇതെല്ലാം ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ വളരെയധികം ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അടിമത്തത്തിന്റെ ആ ഒരു സമയത്ത് ജനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പിന്തുണച്ച, അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി ഇറങ്ങി തിരിച്ചപ്പം ഗാന്ധിജിയുടെ ഈ ജീവിതവും ഗാന്ധിജിയുടെ സംസാരവും ഇടപെടലും എല്ലാം വഴി ജനങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു ജനപിന്തുണ ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർത്തി. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ പറയുന്നത് INC എന്നുള്ളത്. INC സ്ഥാപിതമായ വർഷം അത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിലുള്ളതാണ്. സോഷ്യലുകാരെ സംബന്ധിച്ചാട്ടോ ഞാൻ പറഞ്ഞത്, പക്ഷെ എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പോകണം. INC സ്ഥാപിതമായ വർഷം എന്താണ്? 1885 ഡിസംബർ 28 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷവും ഡേറ്റും. 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി. അത് സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാല് AO ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ 7ാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോരുത്തരുടെ ഗാന്ധിജി അതിൻ്റെ അകത്ത് ഏത് സമയത്താണ് പ്രസിഡന്റ് ആയിരുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി ഓരോരുത്തരും ഓരോ നേതാക്കളും അതിൻ്റെ അകത്ത് ഏത് സമയത്താണ്, ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയാൻ പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് INCയുടെ അത് സ്റ്റാർട്ട് ചെയ്ത വർഷം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. 1885 ഡിസംബർ 28 INC സ്ഥാപിതമായത്. AO ഹ്യൂം ആണ് INC സ്ഥാപിച്ചത്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് ആര്? WC ബാനർജി. അപ്പൊ ഇത്രയാണ് ജസ്റ്റ് INCയെ കുറിച്ച് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, സത്യഗ്രഹം. അതായത് സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവെടിയരുത്. ഗാന്ധിജി പറഞ്ഞാണ് സത്യഗ്രഹം. അതായത് അദ്ദേഹത്തിന്റെ സമര രീതികൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? സത്യഗ്രഹം പോലുള്ള സമര രീതിയായിരുന്നു. അപ്പൊ സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവുക. ഇനി നമ്മൾ ഗാന്ധിജിയുടെ ഒരു ഫേമസ് കോട്ട് പറയും, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അത് ആരുടെ കോട്ടാണ്? മഹാത്മാഗാന്ധിയുടെ കോട്ടാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അപ്പൊ അതുകൂടി ഈ സത്യാഗ്രഹത്തിന്റെ ആ ഒരൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുള്ള ആ ഒരു കോട്ട് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പൊ സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ടു, നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അപ്പൊ അതിനുശേഷം ഈ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യ. അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കുറേയധികം ഗാന്ധിജിയോടൊപ്പം തന്നെ കുറേ നേതാക്കളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറേയധികം സമരങ്ങൾ, അതായത് ഈ ജനങ്ങളുടെ അവർക്ക് കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായി. അവർക്ക് വേതനം ലഭിക്കാത്തതിന്റെ അല്ലെങ്കിൽ നികുതി നിർബന്ധിച്ച് അടപ്പിക്കുന്നതിന്റെ ഒക്കെ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സമരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ആദ്യ സമരം കർഷകർക്കായി. അതായത് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം അത് കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക്
അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. പിന്നീട് അവരിൽ നിന്നും അധിക നികുതിയും ഈടാക്കി. വിളവെടുപ്പ് കഴിയും തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങിത്താണു. ഇവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് ഗാന്ധിജിയും അനുയായികളും ചമ്പാരൻ ഗ്രാമത്തിലെത്തി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തെ സമരം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917 നമ്മുടെ ബീഹാറിലെ ചമ്പാരനിൽ ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നീലം കർഷകരുടെ ദുരിതത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി അനുയായികളും കൂടെ സത്യാഗ്രഹം നടത്തിയത്. അപ്പം ആ സത്യാഗ്രഹത്തിന്റെ വിജയം എന്ന രീതിയിൽ കർഷകരെ ആ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗാന്ധിജിക്കും അനുയായികൾക്കും സാധിച്ചു. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അപ്പൊ ഇന്ത്യയില് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം. അത് ആർക്ക് വേണ്ടിയായിരുന്നു? നീലം കർഷകരുടെ ദുരിതത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ളതായിരുന്നു നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അടുത്ത് വരുന്നതാണ് കൂടുതൽ സമരങ്ങൾ. അതായത് ചമ്പാരൻ സത്യാഗ്രഹം മാത്രമല്ല, അതിന് ബാക്കിയായിട്ട് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന രീതിയിൽ 2-3 സമരങ്ങളുടെയും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റു സമരങ്ങളാണ് ഏത്? ഖേഡ സമരവും അഹമ്മദാബാദ് തുണി മിൽ സമരവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അടുത്ത 2 സമരങ്ങളാണ് എന്ത്? ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. ഈ 2 സമരങ്ങളും നടന്ന വർഷം സെയിം ആണ്. അതായത് 1918 ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും നടക്കുന്നത്. നമ്മൾ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നത്. ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും എന്നാണ്? തൊട്ടടുത്ത വർഷം 1918 ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും നടക്കുന്നത്. നോക്കിക്കേ, വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടായിരുന്നു ഖേഡ സമരം. ഖേഡ സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഖേഡ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം തൊഴിലാളികളുടെ കൂലി വർദ്ധവിന് വേണ്ടിയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സത്യാഗ്രഹ സമരങ്ങൾ വിജയമായിരുന്നു. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹവും ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും വിജയം കണ്ടിരുന്നു. ഇത് ഖേഡ സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അഹമ്മദാബാദ് തുണിമിൽ സമരവും തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി, അതായത് അവരുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. അപ്പൊ ഈ 3 സമരങ്ങൾ, അതായത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഈ 3 ഏതൊക്കെ? ചമ്പാരൻ സത്യാഗ്രഹവും ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. നമ്മൾ പറഞ്ഞായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. പക്ഷേ വേറൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം വരുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം. പക്ഷെ ആദ്യത്തെ നിരാഹാര സമരം ഏത് എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആദ്യത്തെ നിരാഹാര സമരം. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം. അതായത് ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹവും, ഇനി നിരാഹാര സമരം അതായത് ആദ്യത്തെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ നിരാഹാര സമരം ഏതാന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അത് രണ്ടും ഓപ്ഷൻ്റെ അത് ചമ്പാരൻ സത്യാഗ്രഹവും കാണും, അഹമ്മദാബാദ് തുണിമിൽ സമരവും കാണും. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആദ്യത്തെ സമരം എന്നാണോ അതോ ആദ്യത്തെ നിരാഹാര സമരം എന്നാണോ ക്വസ്റ്റ്യൻ ഏതാണോ അതനുസരിച്ച് കൃത്യമായിട്ട് ഓപ്ഷൻ നോക്കി കറപ്പിക്കാം. അപ്പൊ ആദ്യത്തെ സമരം എന്നാണെങ്കിൽ അത് ചമ്പാരൻ സത്യാഗ്രഹവും, ആദ്യത്തെ നിരാഹാര സമരം എന്നാണെങ്കിൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അടുത്ത് നോക്കിയാൽ അതിന്റെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കർഷകരുടെ ദുരിതങ്ങള്
ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണം, പിന്നെ കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. അതായത് നീലം കർഷകരുടെ ദുരിതത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ആ ചമ്പാരൻ സത്യാഗ്രഹം തന്നെ നടത്തിയത്. ഇനിയിപ്പം ഖേഡസമരം ആണെങ്കിലോ, വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയും, അഹമ്മദാബാദ് തുണിമിൽ സമരം തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയാണ് നടത്തിയത്. അപ്പൊ ജസ്റ്റ് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഈ 3 സമയങ്ങളുടെ പേരും ഓർത്തിരിക്കണം. വർഷങ്ങൾ മാറിപ്പോകാതെ, 2 എണ്ണം സെയിം ഇയർ ആണ്. അതായത് ഖേഡ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, ചമ്പാരൻ 1917. അപ്പൊ ഈ വർഷങ്ങളും ആ സമരങ്ങളുടെ പേരും ഓർത്തിരിക്കാം. ഇനി ഈ സമരങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുക ഒന്നും ചെയ്തില്ല. അവരുടെ സമരങ്ങൾ അല്ലെ ബ്രിട്ടീഷുകാരുടെ കലാപങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് ക്രൂരത. ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ അവർ അടിച്ചമർത്തി. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അരങ്ങേറിയത്. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം, അത് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനം. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്നാണ് വെടിയൊച്ച കേട്ടത്. ഒന്നിനു പിറകെ മറ്റൊന്ന്. തുരുതുരെ വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മുറിവേറ്റവർ അതിലേറെ. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13 ആയിരുന്നു. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാ? 1919 ഏപ്രിൽ 13. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാര് അവര് പിന്മാറിയില്ല. നമ്മൾ സമരം ചെയ്തു, ഗാന്ധിജി സമരം ചെയ്തു. ആ സമരങ്ങളെല്ലാം വിജയത്തിലെത്തി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരത വർദ്ധിച്ചതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ജാലിയൻ വാലാബാഗിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ആ ഒരു മൈതാനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മളെല്ലാവരും ആ ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ഒറ്റ വാതിലേ അതിനുള്ളൂ. പ്രവേശിക്കാനും ഇറങ്ങാനും ഒരൊറ്റ വാതിലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അവരിലേക്കാണ് ഈ പട്ടാളക്കാരൻ വെടിയുതിർത്തത്. നിരവധി ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം നടന്നത് 1919 ഏപ്രിൽ 13 നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അപ്പൊ ഈ വെടിയുതിർത്തത് അല്ലെങ്കിൽ ഈ പട്ടാളത്തിന് അന്ന് നേതൃത്വം കൊടുത്ത ഒരാളാണ് മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന പട്ടാളക്കാരൻ. മൈക്കിൾ ഒ ഡയർ ആയിരുന്നു ഈ ഒരു വെടിയുതിർക്കലിന് നേതൃത്വം കൊടുത്തത്. മൈക്കിൾ ഒ ഡയർ അദ്ദേഹമാണ് ഈ പട്ടാളക്കാരുടെ ഈ ഒരു വെടിയുതിർക്കുന്നതിന് വേണ്ടി ആജ്ഞ കൊടുത്തത്. മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ഇപ്പൊ ഈ മൈക്കിൾ ഒ ഡയറിനെ നമ്മുടെ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ദേശസ്നേഹിയായിട്ടുള്ള ഒരാള് 1940 മാർച്ച് 13 കൊന്നുകളഞ്ഞു. അതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത്രയും ജനങ്ങൾ മരിച്ചു. അതിന്റെ ആ ഒരു ദേഷ്യത്തില് ഗാന്ധിജിക്ക് അങ്ങോട്ടൊന്നും വരാനും പറ്റിയില്ലായിരുന്നു. അന്നത്തെ ആ ഒരു ദേഷ്യം, ആ ഒരു സംഭവങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മുടെ ഉദ്ധംഗ സിംഗ് എന്ന് പറയുന്ന ദേശസ്നേഹിയായ ഉദ്ധംഗ സിംഗ്, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ദേശസ്നേഹിയായ ഉദ്ധംഗ സിംഗ് 1940 മാർച്ച് 13 ഈ മൈക്കിൾ ഒ ഡയറിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ മൈക്കിൾ ഒ ഡയർ ആണ് നമ്മുടെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക്, അതായത് ആ പട്ടാളക്കാർക്ക് ആ ഒരു ആജ്ഞ കൊടുത്തത്, അവർക്ക് വെടിയുതിർക്കാനുള്ള ആജ്ഞ കൊടുത്തത് മൈക്കിൾ ഒ ഡയർ ആണ്. ആ പട്ടാളക്കാരുടെ നേതൃത്വത്തിലാണ് അന്നത്തെ ആ ഒരു സംഭവം നടന്നത്. അപ്പൊ ഈ മൈക്കിൾ ഒ ഡയറിനെ കൊന്നുകളഞ്ഞത് ഉദ്ധംഗം സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് 1919 ഏപ്രിൽ 13 നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ആ വർഷവും ഡേറ്റും ഓർത്തിരിക്കുക. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എത്രയും വേഗം ജാലിയൻ വാലാബാഗിൽ എത്തിച്ചേരാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല. ഇത് ഗാന്ധിജിയെ കൂടുതൽ വേദനിപ്പിച്ചു. ഇങ്ങനെ സ്വാതന്ത്ര്യ സമരങ്ങളെ ബ്രിട്ടീഷുകാർ നേരിട്ട് എങ്ങനെയെന്ന് ചർച്ച ചെയ്യും. നിങ്ങളുടെ കണ്ടെത്തലുകൾ പരിസര പുസ്തകത്തിൽ കുറിക്കുക. അത് നമുക്ക് കുറിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ വർഷവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല
ആ സംഭവം നടന്ന വർഷവും അതിന്റെ ഡേറ്റും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി വരുന്ന കാര്യങ്ങളാണ് നിസ്സഹരണ സമരവും പിന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന കുറച്ച് സമരങ്ങളുടെയാണ് ഇനി വരുന്ന ടോപ്പിക്കുകൾ. നിസ്സഹരണ സമരം, അതായത് ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതായത് ജാലിയൻ വാലാബാഗിൻ കൂട്ടക്കൊലയെ തുടർന്ന് നമ്മുടെ ദേശം മുഴുവൻ സമരം ആഹ്വാനം ചെയ്തു. അതായത് സമരം ആരംഭിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹരിക്കുവാൻ തീരുമാനിച്ചു. നിസ്സഹരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നിസ്സഹരണ സമരം മുൻപോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഈ 4 ഈ 4 പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് കാണാൻ തോന്നും ഇവർ ഈ പ്ലക്കാർഡ് വെച്ചുകൊണ്ട് പോകുന്ന ആ 4 പ്ലക്കാർഡുകൾ അത് പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാം നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടത്. അങ്ങനെ ആ 4 ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കാം ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് നോക്കുക. ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ഈ 4 നമ്മുടെ നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ഈ 4 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിസ്സഹരണ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ നിസ്സഹരണ സമരം നടന്ന വർഷം എന്ന് പറയുന്നത് ഏത് സമയത്താണ് നിസ്സഹരണ സമരം നടന്നത്? 1920, 22, 1920 മുതൽ 22 വരെ ആ ഒരു സമയത്താണ് നിസ്സഹരണ സമരം നടന്നത്. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന 1919 നടന്നത്. അതിനെ സംബന്ധിച്ച്, അതായത് അതിന്റെ സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായിട്ട് സമരം ആരംഭിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതാണ് ഈ നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. അത് 1920 മുതൽ 22 വരെയായിരുന്നു. അപ്പൊ അതുമായിട്ട് നിസ്സഹരണ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ഈ 4 പോയിന്റുകളും ഓർത്തിരിക്കേണ്ടതാണ്. ഇത് 4 നിസ്സഹരണ സമരവുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ വർഷവും ആ 4 പോയിന്റുകളും പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സമരം കേരളത്തിലും. നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തി. ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസ്സഹരണ പ്രസ്ഥാനത്തിന് ശക്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാരായ നാമെല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കുക. അപ്പം ഗാന്ധിജിയുടെ ഈ പഞ്ചാബിലും അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം ഒക്കെ നടന്ന് അഹമ്മദാബാദ്, അത് ഗുജറാത്തില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇത്രയും നാളെ സമരങ്ങളെല്ലാം നടന്നത്. ആ സമരത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ കേരളത്തിലേക്കും ഈ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്കും ബാക്കിയുള്ള സമരങ്ങൾ വന്നു. നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, അതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പൊ ആ സത്യാഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സത്യാഗ്രഹമാണ് വരുന്നത് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് ഒരു സമരായുധം. ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണല്ലോ. നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ. അതായിരുന്നു നിയമം. ഉപ്പിന്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അതായത് നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിന് വേണ്ടി, അതായത് ബ്രിട്ടീഷുകാർ അതിനെ തടഞ്ഞു. ബ്രിട്ടീഷുകാർ എന്ത് ഏർപ്പെടുത്തി? നികുതി അതിനെതിരെ ഏർപ്പെടുത്തി, നമ്മൾ ഉപ്പ് എടുക്കുന്നതിന്. അപ്പൊ ഈ നികുതി കൊടുക്കാതെ ഉപ്പ് കുറിക്കാതെ ജയിൽ ശിക്ഷ ഉണ്ടാവുമെന്ന് അവര് പ്രഖ്യാപിച്ചു. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പിന്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ ആ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. അപ്പൊ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡിയാത്ര ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അപ്പൊ ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിപ്പം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു വർഷവും ഡേറ്റും പറഞ്ഞു, 1915 ജനുവരി 9. പിന്നെ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പറഞ്ഞു, ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും പറഞ്ഞു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പറഞ്ഞു, പിന്നെ നിസ്സഹരണ സമരവും പറഞ്ഞു. അപ്പൊ ഈ 6 കാര്യങ്ങളുടെ വർഷങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അത് ടൈം ലൈൻ ആയിട്ട് തന്നെ ഏതാണ് ആദ്യം നടന്നത്,
കറക്റ്റ് ഓർഡർ ഏതാണ്, അതങ്ങനെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്, അത് വരികയും ചെയ്യും. അപ്പൊ ആ വർഷങ്ങള് ഓർത്തിരിക്കാം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയാണ്. ഇവിടെ ആ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സംഭവം വിവരിച്ചിട്ടുണ്ട്. സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നെങ്കിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഈ ഒരു കോട്ട് പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കോട്ട് എന്നിട്ട് ഇത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം ഏതാ? 1930. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. അത് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച് ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. അപ്പൊ എന്താണ് ദണ്ഡി യാത്ര? അതായത് ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് ഈ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത്. എന്ന് 1930 മാർച്ച് 12 ദണ്ഡി യാത്ര നടന്നത്. ഗാന്ധിജി അനുയായികൾ ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് എന്ത്? ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. അപ്പൊ ഈ ഒരു കോട്ടും ആ നടന്ന വർഷവും അത് ഏത് സ്ഥലത്ത് വെച്ചാൽ ദണ്ഡി കടപ്പുറത്ത് വെച്ചായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായതൊക്കെ നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള, അതായത് കേരള ഉപ്പ് സത്യാഗ്രഹം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. എന്താ? വരിക വരിക സഹചരെ, വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകനാം. എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ആ മൊത്തം പാട്ട് അറിയത്തില്ലല്ലോ, ആദ്യത്തെ ആ ഒരു ലൈൻ നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് എഴുതിയത് ആരാണ്? അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത്? അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹോദരെ എന്ന കവിത അത് എഴുതിയത്. ആ പാട്ട് എഴുതിയത് അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര എന്ന് എഴുതിയത്. ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. വരിക വരിക സഹചര എന്ന് കവിത എഴുതിയത്, അല്ലെങ്കിൽ ആ ഒരു ഗാനം എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. അപ്പൊ നമ്മുടെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. അതിന്റെ ഒരു ബാക്കിപത്രം എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. അപ്പൊ അതിനാർക്ക് നേതൃത്വം കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത്തരം സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ സമരത്തിന് ആവേശം നൽകി. ഇവ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പ് നികുതി നിയമം ലംഘിക്കാൻ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായത് എവിടെയാണ്? കണ്ണൂരിലെ പയ്യന്നൂര്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ്? കണ്ണൂരിലെ പയ്യന്നൂരാണ്. അപ്പം ഈ സത്യാഗ്രഹികള് ഈ വരിക വരിക സഹചര്യ തുടങ്ങിയ സമരഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ടാണ് ഉപ്പ് നികുതി നിയമം ലംഘിക്കാനായിട്ട് യാത്ര തിരിച്ചത്. കേരളത്തിലെ സമരത്തിന് കെ കേളപ്പൻ നേതൃത്വം നൽകി. കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ കേളപ്പൻ. മാത്രമല്ല കേട്ടോ, കെ കേളപ്പന്റെ കൂടെ കുറെ അനുയായികളും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പ്രത്യേകം പറയുന്നതായിരിക്കും. ഓരോരുത്തരെ കുറിച്ച് നമ്മൾ എടുത്ത് പറയുന്നതാണ്. ഇതിന്റെ അത് ജസ്റ്റ് കെ കേളപ്പന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ കെ കേളപ്പനാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, അതും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായി തീർന്ന ഏതാ? കണ്ണൂരിലെ പയ്യന്നൂര്.
അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ണൂരിലെ പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തപ്പെട്ടത്. അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. കെ കേളപ്പൻ അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നാണ് കെ കേളപ്പൻ അറിയപ്പെടുന്നത്. പിന്നെ നോക്കിക്കേ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റ് പോരാട്ടങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താമോ? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന വേറെ ഏതൊക്കെ പോരാട്ടങ്ങളുണ്ട്? നമ്മൾ പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ഒന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? മലബാർ കലാപം. അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് മലബാർ കലാപം. പിന്നെയുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ഞാനിവിടെ വർഷം എഴുതി പോകുന്നുണ്ട്. ഞാൻ ഈ ജസ്റ്റ് അതിന്റെ പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എഴുതി പോകുമ്പോൾ വൈക്കം സത്യാഗ്രഹം തന്നെ എഴുതുക. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ തന്നെ അത് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. മലബാർ കലാപം ഉണ്ട്, വൈക്കം സത്യാഗ്രഹം ഉണ്ട്. വൈക്കം സത്യാഗ്രഹം എന്ന് നടന്നേ 1924, 25. 1924, 25 ഇത്ര ദിവസമാണ് നടന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം 1924, 25 അതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷമാണ് 1931. നമ്മൾ പറഞ്ഞായിരുന്നു 30-ന് ഒരു സത്യാഗ്രഹം നടന്നല്ലോ, അതേതായിരുന്നു? ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം 1930. തൊട്ടടുത്ത വർഷം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. പിന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഈ കേരളത്തിലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അപ്പൊ അതിനെയെല്ലാം ബ്രിട്ടീഷുകാരുടെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അന്ന് പഴയ കാലത്ത് നടന്ന ഈ 1900 1800 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സമരമായിരുന്നു ഏത്? പഴശ്ശി യുദ്ധവും. അതും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ഏത്? പഴശ്ശി യുദ്ധവും. പഴശ്ശി യുദ്ധം നടന്ന 1-ാം പഴശ്ശി യുദ്ധം, 2-ാം പഴശ്ശി യുദ്ധം അങ്ങനെ ഓരോ കാലത്തിലുണ്ടായിരുന്നു. അത് 1793 മുതൽ 97 വരെ 1-ാം പഴശ്ശി യുദ്ധവും, പിന്നെ 1800 മുതൽ 1805 വരെയായിരുന്നു 2-ാം പഴശ്ശി യുദ്ധവും. അതായത് 1793 മുതൽ 97 വരെ 1-ാം പഴശ്ശി യുദ്ധവും നടന്നു. അത് കഴിഞ്ഞ് 1800 മുതൽ 1805 വരെ 2-ാം പഴശ്ശി യുദ്ധവും നടന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തില് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങളാണ് അല്ലെങ്കിൽ സമരങ്ങളാണ്. ഉപ്പ് സത്യാഗ്രഹം, അതെ, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പഴശ്ശി യുദ്ധം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കേരളത്തിൽ നടന്ന സമരങ്ങൾ. നിങ്ങൾ ജസ്റ്റ് ആ സമരത്തിന്റെ പേര് എഴുതുക, പിന്നെ അതിന്റെ വർഷം എഴുതുക, അല്ലെങ്കിൽ അവര് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ജസ്റ്റ് ആ പേരുകൾ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോവാ കേട്ടോ. നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ പറയണേ, അല്ലെങ്കിൽ കിട്ടിയില്ലേ പറയണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ എന്താണെങ്കിലും ഗ്രൂപ്പിൽ ഇതിന്റെ PDF അല്ലെങ്കിൽ ഈ നോട്ട് എഴുതി ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. കിട്ടിയില്ലേ പറയണം, ഒന്നുകൂടെ എടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹം, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പഴശ്ശി യുദ്ധം. പിന്നീട് നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കെ കേളപ്പനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുറച്ചു പേരുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ: കെ കേളപ്പനെ കൂടാതെ TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, KP കേശവമേനോൻ, AK ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്. ഇവരെ ഓരോരുത്തരെയും പറ്റി, അല്ലെങ്കിൽ TK മാധവൻ നേതൃത്വം കൊടുത്തു, പിന്നെ KP കേശവമേനോൻ, AKG വോളണ്ടിയർ ക്യാപ്റ്റൻ. നമ്മൾ പറയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AKG ആണ്, AK ഗോപാലൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും പ്രത്യേകം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുത്തെടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ആരൊക്കെ? കെ കേളപ്പൻ, TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, KP കേശവമേനോൻ, AKG അല്ലെങ്കിൽ AK ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്. അപ്പൊ നമ്മൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന സമരങ്ങളൊക്കെ
നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനമായി ഒരു സംഭവം കൂടെ നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം വരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടത് ഓർഡർ അനുസരിച്ചല്ലായിരുന്നു. ചിലതിന് ഓർഡർ വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ആ ഓർഡർ അനുസരിച്ച് പറയും കേട്ടോ. നിങ്ങൾ ആരും അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വർഷം തന്നിട്ടായിരിക്കും ഇത് കൃത്യമായിട്ടുള്ള ഓർഡർ ഏതാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ പെടാത്തത് ഏതാണ്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ വർഷവും നന്നായിട്ട് നോട്ട് ചെയ്ത് പോവുക. അത് ഏതാണ് സംഭവം എന്നും ഓർത്തിരിക്കാം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. അതിന്റെ ഡേറ്റ് വരുന്നത് August 9. ക്വിറ്റ് ഇന്ത്യ സമരം, അതായത് ക്വിറ്റ് ഇന്ത്യ ദിനവും നമ്മൾ പറയുന്നത് August 9. അപ്പൊ ക്വിറ്റ് ഇന്ത്യ 1942. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ ഏത് സമ്മേളനത്തിലാ? ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം. ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്ര സമരം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്. ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം, അതായത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങി. August 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. അതായത് ഗാന്ധിജി പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം സമരങ്ങൾ ചെയ്തു, എന്നിട്ടും ബ്രിട്ടീഷുകാർ പുറകോട്ട് പോയോ? ഇല്ല. അപ്പൊ ഇനി നമ്മൾ ഉഗ്രമായ സമരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ, ആയത് ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തുന്ന രീതിയിലുള്ള ഉഗ്രമായ സമരത്തിന് നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ, അതായത് ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യം ആവേശഭരിതമായ, അത് ആവേശമായിട്ട് എടുത്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡു ഓർ ഡൈ, അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആ ഒരു ആഹ്വാനം, അല്ലെങ്കിൽ ആ ഒരു കോട്ട് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ള ആ ഒരു കോട്ട്. അപ്പൊ അതും നോട്ട് ചെയ്തതാണ് ക്വിറ്റ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് എന്നാ? August 9. അപ്പൊ ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 August 9. അപ്പൊ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് August 9. അന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കോട്ട് അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ വർഷം, ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ഡേറ്റ്, ഗാന്ധിജി അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കോട്ട്, പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. എവിടെ വെച്ച്? ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഇവിടെ ഗാന്ധിജി നോക്കിക്കേ, ഗാന്ധിജിയുടെ ജന്മദിനമായ October 2 ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. ഇത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സന്ദേശത്തിന് ലോകം നൽകിയ അംഗീകാരമാണ്. അപ്പം അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാ? October 2-നാണ്. അതായത് ഗാന്ധിജിയുടെ ജന്മദിനം നമുക്കറിയാം October 2 എന്നാണ് നമ്മൾ ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഡേറ്റ് കൂടെ കണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? January 9. എന്തായിരുന്നു? ഭാരതീയ പ്രവാസി ദിനം. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ October 2 അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഇന്ത്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി നടത്തിയ, അല്ലെങ്കിൽ ഗാന്ധിജി അനുയായികളും നടത്തിയ സമരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഗാന്ധിജി ഒറ്റയ്ക്കല്ലായിരുന്നു, ഗാന്ധിജിയുടെ കൂടെ കുറെ അനുയായികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ മറ്റനവധി നേതാക്കൾ നമുക്കുണ്ടല്ലോ, അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു
10 പേരുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതുപോലെയുള്ള ധീരദേശാഭിമാനികളുടെ ത്യാഗപൂർണമായ സഹന സമരങ്ങളുടെ ഫലമായി 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷവും ഡേറ്റും എന്നാണ് 1947 ആഗസ്റ്റ് 15. അപ്പൊ ആ വർഷവും ഡേറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 1947 ആഗസ്റ്റ് 15. ഇനി ഈ പ്രധാനപ്പെട്ട ഈ 10 നേതാക്കളെ കുറിച്ച് പറയാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിന്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് കാര്യങ്ങളില്ല. പക്ഷെ ഇവരെ ഓരോരുത്തരെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? അതായത് ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ഏതാണെന്നറിയാവോ? ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ എന്ന് പറയുന്നത്, ഞാൻ ഈ സ്ക്രീനിന്റെ താഴോട്ട് എഴുതാം കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ. ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ആരുടെ ആത്മകഥയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ്. എന്ത്? ഇന്ത്യയെ കണ്ടെത്തൽ. നമ്മുടെ ഈ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമ്മൾ ഇന്ത്യയെ കണ്ടെത്തൽ, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ ഒരു ആത്മകഥയായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ആ ടെക്സ്റ്റ് ബുക്ക്, DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ പറയും സയന്റിഫിക് ടെമ്പർ. DLEDകാർക്ക് ആ ഒരു വേർഡ് ഓർമ്മ കാണുമായിരിക്കും. നമ്മൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ആ ഒരു ആത്മകഥയായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അകത്ത് പറയുന്നതാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ള ഒരു വാക്ക്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ് ഇത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത്. ജവഹർലാൽ നെഹ്റുവിന്റെ നമ്മള് നവംബർ 14 നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്ത് ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ശിശു ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ നവംബർ 14 ശിശു ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. നമ്മൾ അടുത്ത ആള് പറയുന്ന ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേല്. സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ വല്ലഭായ് പട്ടേലിന് സർദാർ എന്നുള്ള ആ ഒരു വിശേഷണം നൽകിയത് ആരായിരിക്കും? ഗാന്ധിജിയാണ് ആ ഒരു വിശേഷണം നൽകിയത്. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്നുള്ള ആ ഒരു വിശേഷണം നൽകിയത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ബാലഗംഗാധര തിലക് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് എന്ത്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഒരു ബാർ ഇട്ടിട്ട് ആരാ പറഞ്ഞേ? ബാലഗംഗാധര തിലക്. അതുപോലെ തന്നെ ലോകമാന്യ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നതാണ് ലോകമാന്യ. ലോകമാന്യ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ഏതൊക്കെ? മറാത്ത, കേസരി. രണ്ടും രണ്ട് പത്രങ്ങളാണ്, മറാത്തയും കേസരിയും. അപ്പൊ ബാലഗംഗാധര തിലകിന്റെ പ്രധാനപ്പെട്ട കോട്ട് നമ്മൾ പറഞ്ഞു, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നതാണ് എന്ത്? ലോകമാന്യ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രങ്ങള് മറാത്ത, കേസരി. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പത്രങ്ങൾ. അദ്ദേഹത്തിന്റെ കൂടെയുള്ളതാണ് നമ്മൾ പറയും ലാൽ പാൽ ബാൽ എന്ന് പറയും. ഇവരെ 3 പേരാണ്. ഇത് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെ നമ്മൾ ഷോർട്ട് ആയിട്ട് ലാൽ പാൽ ബാൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്? ബാലഗംഗാധര തിലക്. ഇനി അടുത്ത ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നതാണ് നേതാജി. നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെടുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചായിരുന്നു, ഫോർവേഡ് ബ്ലാക്ക് എന്ന് പറയുന്നൊരു
ഫോർവേഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചായിരുന്നു. നമ്മുടെ LPUP എക്സാം, കഴിഞ്ഞ LPUP എക്സാമിന് അത് ചോദിച്ചായിരുന്നു. ഫോർവേഡ് ബ്ലാക്ക്, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടി, ആ സംഘടനയുടെ പേരെന്തായിരുന്നു? ഫോർവേഡ് ബ്ലാക്ക് ആയിരുന്നു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് നേതാജി എന്നാണ്. അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? ഫോർവേഡ് ബ്ലാക്ക് എന്ന പാർട്ടിയാണ് ആര് രൂപീകരിച്ച്? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച്. നമ്മള് ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, ബാലഗംഗാധര തിലക് പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. അപ്പൊ ഈ ജസ്റ്റ് ഞാൻ 2-3 പോയിന്റ് അല്ലെങ്കിൽ 1 പോയിന്റ് വെച്ച് ഓരോരുത്തരുടെയും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. ഇനി കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണേ, നിങ്ങൾ അവിടെ കമന്റ് ചെയ്ത് എനിക്ക് കാണത്തില്ല, ജസ്റ്റ് പറയുക കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്കൊരിക്കലും പടം തന്നിട്ട് കേട്ടിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ തന്നിട്ട് ഇത് ആരുടേതാണ് എന്നാണ്, അല്ലെങ്കിൽ ഇത് ആരെ കുറിച്ചാണ് എന്നാണ് പൊതുവെ ചോദിക്കാറ്. അടുത്താണ് ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ INC നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മിതവാദികളും ഉണ്ടായിരുന്നു, തീവ്രവാദികളും ഉണ്ടായിരുന്നു. അതിൽ മിതവാദി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിനകത്ത് പെടുന്നതാണ്? മിതവാദി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് ഏത്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ പറയും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദി വിഭാഗത്തിൽ പെടുന്നു. അതുപോലെ തന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയും കൂടെയാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു 5 പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് ഭഗത് സിംഗ്. അതായത് ഭഗത് സിംഗ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നാണ്. ഭഗത് സിംഗ് അറിയപ്പെടുന്നത് എന്താണ്? സഞ്ചരിക്കുന്ന ലൈബ്രറി. അപ്പൊ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ്. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം ഇവരെ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പൊ അതിൻ്റെ അത് ഭഗത് സിംഗിനെ കുറിച്ച് ഇവിടെ പറയാത്തൊരു കാര്യം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, ആ ഒരു സമയത്ത് ഞാൻ പറയാം. ഭഗത് സിംഗിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്നതാണ് ആര്? ഭഗത് സിംഗ്. ഇനി അടുത്ത നമുക്കറിയാം ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡു നമ്മൾ പറയുന്നത് എന്താണ്? ഏഷ്യയിലെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നതാണ് ആര്? സരോജിനി നായിഡു. 1925 INCയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. അപ്പൊ നമ്മുടെ INCയിൽ 5 വനിതകളെ ഉണ്ടായിരുന്നുള്ളൂ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. അതിൽ ഒരാൾ ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും ആര് തന്നെയായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. അപ്പൊ സരോജിനി നായിഡുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? നമുക്കറിയാവുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അറിയാവുന്ന കാര്യം എന്താ? ഏഷ്യയിലെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും ആര് തന്നെയാണ്? സരോജിനി നായിഡു. പിന്നെ ഞാൻ പറഞ്ഞു INCയുടെ പ്രഥമ വനിതാ അധ്യക്ഷ എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡു ആയിരുന്നു. അത് 1925 സരോജിനി നായിഡു അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ പ്രഥമ വനിതാ അധ്യക്ഷ എന്നറിയപ്പെടുന്നതും ആര്? സരോജിനി നായിഡു. ഇനിയുള്ളതാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതായത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹം അറിയപ്പെടുന്നതാണ് എന്ത്? അതിർത്തി ഗാന്ധി. അപ്പൊ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നിങ്ങൾ അത് എഴുതി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിർത്തി ഗാന്ധി എന്നിട്ടൊരു ബാറിട്ടിട്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതിയാൽ മതി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നുള്ളത് അങ്ങനെ എഴുതി പോയാൽ മതി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി അടുത്തതാണ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം 1934 INC പ്രസിഡന്റ് ആയത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1934 അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്ത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ആര്? ഡോക്ടർ S രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ S രാജേന്ദ്ര പ്രസാദ് ആണ്.
ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആണ്. 1934 അദ്ദേഹം INC പ്രസിഡന്റ് ആയത്. അതുപോലെ തന്നെ 1962 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 1934 INC പ്രസിഡന്റ് ആയി. 1962 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. ഇനി നമ്മുടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളും കൂടെ ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നെ ഈ അബ്ദുൽ കലാം, അതായത് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട, അതായത് ഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരം നേടുന്നതിന് വേണ്ടി ഗാന്ധിജിയോടൊപ്പം നിന്ന 10 പേരുടെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. നിങ്ങൾ നോട്ട് കിട്ടിയില്ല എന്നോർത്ത് ആരും പേടിക്കോ വിഷമിക്കോ ഒന്നും ചെയ്യണ്ട. ഞാനിത് കഴിയുമ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെയും ഇവിടെ നമ്മൾ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ അത് പഠിച്ചു തന്നെ പോകണം കേട്ടോ. മാറിപ്പോകാതെ ഓരോരുത്തരുടെയും വിശേഷണങ്ങളും അവരറിയപ്പെടുന്ന പേരുകളും അവർ ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അതും പഠിച്ചിട്ട് തന്നെ പോവുക. അത് മാറിപ്പോകാതെ തന്നെ പഠിക്കാം. നമ്മൾ പറഞ്ഞാലോ ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 14 ശിശുദിനം. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ പറഞ്ഞു. പിന്നെ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബാലഗംഗാധര തിലക് ആണെങ്കിൽ ലോകമാന്യ എന്നറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ നേതാജി എന്നറിയപ്പെടുന്നു. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഭഗത് സിംഗ് ആയിരുന്നു. ഏഷ്യയിലെ വാനമ്പാടിയോ? സരോജിനി നായിഡു. പിന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ അബ്ദുൾ ഗാഫർ ഖാനും. അപ്പൊ അങ്ങനെ അവരുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഡേറ്റ്, എന്തെങ്കിലും അറിയപ്പെടുന്ന പേരുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചു തന്നെ പോവുക. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 1947 ആഗസ്റ്റ് 15. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നടന്ന കുറെ സമരങ്ങളും അതിന്റെ വർഷവും ഡേറ്റും എല്ലാം കണ്ടു. പ്രധാനമായിട്ട് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ വരുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ പെടുന്നത് ഏത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം 1917. പിന്നെ നടന്നതോ ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും 1918. ഈ 3 പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്നറിയപ്പെടുന്നത്. ചമ്പാരൻ സത്യാഗ്രഹവും ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ആദ്യം നടന്ന സമരം ഏതാ? നമുക്കറിയാം, ചമ്പാരൻ സമരം. പക്ഷെ ആദ്യത്തെ നിരാഹാര സമരം എന്നറിയപ്പെടുന്ന ഏതാ? അഹമ്മദാബാദ് തുണിമിൽ സമരം. പിന്നെ നമ്മൾ പറഞ്ഞു നിസ്സഹരണ സമരം എന്ന് നടന്നു? 1920-22 എന്ത് നടന്നത്? നിസ്സഹരണ സമരം നടന്നത്. അതിന് തൊട്ട് മുൻപ് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതെന്ന് നടന്നു? 1919 ഏപ്രിൽ 13. പിന്നെയാണ് നിസ്സഹരണ സമരം. നമ്മൾ പറഞ്ഞു 1922. അത് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. പിന്നെ നടന്നതാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്ന് 1930 മാർച്ച് 12. നമ്മുടെ കേരളത്തിലാണ് അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെട്ടു.
അറിയപ്പെടുന്നു. എവിടെയാണ് നടന്നത്? കണ്ണൂരിലെ പയ്യന്നൂരിലാണ്, നമ്മുടെ കേരളത്തില് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായത്. പിന്നെ വരിക വരിക സഹചര്യം എന്നുള്ള ആ ഒരു ഗാനം ആരാണ് എഴുതിയത്? അംശി നാരായണ പിള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് തൊട്ട് മുൻപായി നടന്ന ഏറ്റവും ഉഗ്രമായ ഒരു സമരമാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരം. അത് 1942 ആഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. പിന്നെ ഒക്ടോബർ 2 പ്രത്യേകത എന്നാ? ഗാന്ധിജിയുടെ ജന്മദിനമാണ്. അത് നമ്മൾ ലോക അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ഈ ഡേറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളും പ്രധാനമായിട്ട് പഠിക്കണം. അതിപ്പോ കാറ്റഗറി 2 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, രണ്ടിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. കൂടുതലും സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണെങ്കിൽ പോലും കാറ്റഗറി 1 വരുന്നതാണ്, കാറ്റഗറി 2 വരുന്നതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാവേ. നിങ്ങൾ പറയാമെങ്കിൽ അത്ര എളുപ്പമായിരുന്നു. നോക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്, കുറെ ആൾക്കാരുടെ പേരുകളും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, സരോജിനി നായിഡു, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അവരുമായിട്ട് ബന്ധപ്പെട്ട ഇത് വരച്ചു യോജിപ്പിക്കാന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിൽ തെറ്റായ ജോഡി ഏത് അല്ലെങ്കിൽ ശരിയായത് ഏത്, അതിനൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഇപ്പൊ ഇപ്പഴത്തെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലെ കാര്യങ്ങൾ ഞാൻ വായിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാന്ന് നമുക്ക് നോക്കാവേ. ഒന്നാമത്തേത്, സ്വാതന്ത്ര്യ സമരത്തിൽ ധീര നേതൃത്വം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം തന്നെ ധീര നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അത് ആരാണ്? ഏത് വ്യക്തിയെന്ന് അറിയാവോ? അതിന്റെ ഉത്തരവായിട്ട് വരുന്ന ഏതായിരിക്കും? ജവഹർലാൽ നെഹ്റു ആണ് ഉത്തരവായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ധീര നേതൃത്വം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്ന ഏതാണ്? ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയാണ് അദ്ദേഹത്തിന് ആ ഒരു പേര്, ആ ഒരു പദവി നൽകിയതും എന്ന് പറഞ്ഞായിരുന്നു. ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. ഇനി അടുത്തതാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ചു. അതായത് INA, ഇന്ത്യൻ നാഷണൽ ആർമി, INA-യുടെ നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ നേതാജി എന്നറിയപ്പെടുന്നു. അതാരായിരുന്നു? നേതാജി എന്നറിയപ്പെടുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, ഫോർവേഡ് ബ്ലാക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. അതാരാണ് വരുന്നത്? ഫോർവേഡ് ബ്ലാക്ക് എന്ന പാർട്ടി രൂപീകരിച്ചതും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ചതും നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചു. അത് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. ആ ഒരാളുടെ പേര് പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോട്ട എന്ന് പറഞ്ഞ ആരായിരുന്നു? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇനി അടുത്തത്, അതാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പോയിന്റ് എക്സ്ട്രാ വരും എന്ന് പറഞ്ഞു. ഈ ഒരു ടോപ്പിക്ക് പറയാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഭാരതത്തിന് വേണ്ടി മരണത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുത്ത ധീര രക്തസാക്ഷി, പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിൽ ജനിച്ചു. ഈ ഒരു കാര്യം ഞാൻ അവിടെ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അവിടെ പറഞ്ഞത് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഇതിന്റെ ഉത്തരവ് ആരാ വരുന്നേ? ഭഗത് സിംഗ് ആണ് ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഭാരതത്തിന് വേണ്ടി മരണത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുത്ത ധീര രക്തസാക്ഷി, പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിൽ ജനിച്ചു. അതാണ് ഭഗത് സിംഗ് ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. നമുക്കറിയാലോ ആരാണ് ഉത്തരവായിട്ട് വരുന്ന? ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാ? സരോജിനി നായിഡു ആണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫേമസ് കോട്ടാണെന്ന്.
എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചു. അതാരാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പുറകെ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ആരാണ്? മഹാത്മാ ഗാന്ധി. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുള്ളത്. ഇനി ലാസ്റ്റത്തേത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സജീവ നേതൃത്വം. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അത് ആര് തന്നെയാണ്? നേരെ കിടപ്പുണ്ട്. ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പൊ കണ്ടോ, നമ്മൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയായിരിക്കും എക്സാമിന് വരുന്നത്. നമുക്ക് വരച്ചു യോജിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ ഇതിൽ ഏതാണ് തെറ്റായത്, അല്ലെങ്കിൽ ഇത് ഏതാണ് ശരിയായത്, അല്ലെങ്കിൽ ഈ ഒരു കോട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. അപ്പം ഓരോന്നിന്റെയും, അതായത് ഉപ്പ് സത്യാഗ്രഹം ആയിക്കോട്ടെ, ക്വിറ്റ് ഇന്ത്യ ആയിക്കോട്ടെ, ഓരോ സമര നേതാക്കളായിക്കോട്ടെ, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോട്ടുകള്, വർഷങ്ങള്, ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. അവരറിയപ്പെടുന്ന മറ്റു പല പേരുകള്, അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പോവുക, അന്നും തന്നെ പഠിച്ചു പോവുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് വരാം. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് എല്ലാം കാണാൻ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ആ കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മളത് തറവായിട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ ഏഷ്യയുടെ വാനമ്പാടി, അത് സരോജിനി നായിഡു, അതിനിപ്പോ നമ്മൾ വേറൊരാളുടെ പേര് കേൾക്കുമ്പോ ഇതാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല അവിടെ. അപ്പൊ എങ്ങനെയാണോ അത് വരുന്നത് അത് അങ്ങനെ തന്നെ പഠിച്ചു പോവുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ വർഷങ്ങള്, ഡേറ്റുകള്, കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അത് അന്നും തന്നെ പഠിച്ചു പോകുക. അത് നമ്മൾ പറയുന്ന കാര്യമാണ്, അന്നും തന്നെ പഠിച്ചു പോകാന്നുള്ളത്. ഇനി ആ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കിട്ടാതെ പോകുന്നതിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ ആണോ? ഹലോ, കേൾക്കാമോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ അത് ഗ്രൂപ്പിലേക്ക് ആ വർഷങ്ങളും ഓരോ സമര നേതാക്കളുടെ കാര്യങ്ങളും ഗ്രൂപ്പിലേക്ക് ഞാൻ PDF ആക്കി അയച്ചോളാം. നിങ്ങൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഓരോരുത്തരുടെ പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അത് ആ രീതിയിൽ തന്നെ പോകും. പിന്നെ വർഷങ്ങള് അത് മാറിപ്പോകരുത് കേട്ടോ. ചിലപ്പോൾ അത് ടൈം ലൈൻ തന്നിട്ട് ഇതിൽ ആദ്യം നടന്നത് ഏതാണ്, അവസാനം നടന്ന ഏതാണ്, പിന്നെ ആ ഓർഡർ 1, 2, 3 ആണോ, 2, 3, 4 ആണോ, അങ്ങനെ ആ ഒരു ഓർഡറിൽ വരെ ക്വസ്റ്റ്യൻ വരാം. അത് സയൻസിലും വരും, സോഷ്യൽ സയൻസിൻ്റെ അകത്തും വരുന്നതാണ്. സോ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു ടോപ്പിക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി ഞായറാഴ്ച എക്സാം ഉണ്ട്, അത് ആരും മറക്കല്ലേ, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നന്നായിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതാം. നമ്മുടെ ഇപ്പൊ 3 ആഴ്ച ആയല്ലോ ക്ലാസ് എല്ലാം തുടങ്ങിയിട്ട്. അപ്പൊ ആ ഒരു മൊത്തം ടോപ്പിക്കുകൾ തന്നെ കാണും. സൈക്കോളജി, മാത്സും സയൻസും സോഷ്യലും എല്ലാം ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കാണും. എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? എല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. എല്ലാവരും പോയിട്ട് പഠിച്ചോ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ് കേട്ടോ.